ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് വെറും സ്റ്റോക്ക് ബ്രോക്കിംഗ് അല്ലെങ്കിൽ ഷെയർ ട്രേഡിംഗ് മാത്രമായിരിക്കും. എന്നാൽ അതിനപ്പുറം വലിയൊരു ആവാസ വ്യവസ്ഥ തന്നെയാണ് ഈ മേഖലയ്ക്കുള്ളത്. വിപണിയിലെ എക്സ്ചേഞ്ചുകൾ, അസറ്റ് മാനേജർമാർ, ഡിപ്പോസിറ്ററികൾ, രജിസ്ട്രാർമാർ, ബ്രോക്കർമാർ, അതുപോലെ പലതരം ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമുകൾ എന്നിവയെല്ലാം ചേരുമ്പോഴാണ് നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ് പൂർണ്ണമാകുന്നത്. വിപണിയിൽ പുതിയ നിക്ഷേപകർ പണം ഇറക്കാനും കമ്പനികൾ മൂലധനം സമാഹരിക്കാനും സാമ്പത്തിക ആസ്തികൾ സുരക്ഷിതമായി സൂക്ഷിച്ചു വെക്കാനുമൊക്കെ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നത് ഇത്തരം കമ്പനികളാണ്. അതുകൊണ്ട് തന്നെ വിപണിയിലെ ട്രേഡിംഗ് വോളിയം, നിക്ഷേപകരുടെ പണമൊഴുക്ക്, കൈകാര്യം ചെയ്യുന്ന ആസ്തികളുടെ അളവ് അല്ലെങ്കിൽ അസറ്റ് അണ്ടർ മാനേജ്മെന്റ്, IPO വഴിയുള്ള ഫണ്ട് സമാഹരണം എന്നിവയെല്ലാം ആശ്രയിച്ചാണ് ഈ മേഖലയിലുള്ള കമ്പനികളുടെ പ്രധാന വരുമാനം നിലനിൽക്കുന്നത്. അടുത്തിടെ സാധാരണക്കാരായ റീറ്റെയിൽ നിക്ഷേപകർ വലിയ തോതിൽ വിപണിയിലേക്ക് കടന്നു വന്നത് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിന് വൻ ഉണർവ് നൽകിയിട്ടുണ്ട്. രാജ്യത്ത് ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം കുത്തനെ കൂടുകയും മ്യൂച്വൽ ഫണ്ടുകളിലേക്കുള്ള SIP നിക്ഷേപങ്ങൾ റെക്കോർഡ് തലത്തിലേക്ക് ഉയരുകയും ചെയ്തു. ഇതിനൊപ്പം ട്രേഡിംഗും IPO പ്രവർത്തനങ്ങളും സജീവമായതോടെ ക്യാപിറ്റൽ മാർക്കറ്റ് സേവനങ്ങൾക്കുള്ള ആവശ്യകതയും വർദ്ധിച്ചു. എങ്കിലും ഈ ശക്തമായ മുന്നേറ്റം കാരണം പ്രമുഖ ക്യാപിറ്റൽ മാർക്കറ്റ് സ്റ്റോക്കുകളുടെ വാല്യുവേഷൻ അല്ലെങ്കിൽ PE റേഷ്യോ വളരെ ഉയർന്ന നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്നാൽ ഈ വലിയ തരംഗത്തിനിടയിലും നിക്ഷേപകർ അത്രത്തോളം ശ്രദ്ധിക്കാതെ പോയ എന്നാൽ മികച്ച ബിസിനസ് സാധ്യതകളും അതേസമയം ചില പ്രത്യേക വെല്ലുവിളികളുമുള്ള 3 ക്യാപിറ്റൽ മാർക്കറ്റ് കമ്പനികളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ 3 കമ്പനികളുടെയും പ്രധാന നേട്ടങ്ങളും പോരായ്മകളും നമുക്ക് വിശദമായി തന്നെ നോക്കാം. ആദ്യം പരിചയപ്പെടുന്ന കമ്പനി IIFL ക്യാപിറ്റൽ സർവീസസ് ആണ്. 1996 പ്രവർത്തനം ആരംഭിച്ച ഈ കമ്പനി ഇന്ന് റീറ്റെയിൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഉപഭോക്താക്കൾക്കായി ഇക്വിറ്റി ബ്രോക്കിംഗ്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിംഗ്, ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ, വെൽത്ത് മാനേജ്മെന്റ് തുടങ്ങി നിരവധി സേവനങ്ങളാണ് നൽകി വരുന്നത്. നിലവിൽ ഇവരുടെ PE റേഷ്യോ 18.6 ടൈംസ് ആണ്. ഇവരുടെ കഴിഞ്ഞ 5 വർഷത്തെ ശരാശരി PE ആയിട്ടുള്ള 10 ടൈംസുമായി താരതമ്യം ചെയ്യുമ്പോൾ ഓഹരി വില അല്പം ഉയർന്നു നിൽക്കുന്നുണ്ടെന്ന് കാണാം. കമ്പനിയുടെ ROC 23%, ROE 20%. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇവരുടെ പ്രവർത്തന വരുമാനം 1.4% വർധനവ് മാത്രമാണ് രേഖപ്പെടുത്തിയിരുന്നത്. 2439 കോടി രൂപയായിരുന്നു അവരുടെ റവന്യൂ എന്ന് പറയുന്നത്. ജീവനക്കാരുടെ വേതനവും സാങ്കേതിക ചെലവുകളും ഉയർന്നതോടെ ലാഭത്തിൽ 20% ഇടിവാണ് ഉണ്ടായത്. 564 കോടി രൂപയിലേക്ക് ലാഭം കൂപ്പുകുത്തി. ഈ കമ്പനിയുടെ പ്രധാന നേട്ടം എന്ന് പറയുന്നത് ഇവരുടെ ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. അടുത്തിടെ സെബിയുടെ പുതിയ നിബന്ധനകൾ കാരണം റീറ്റെയിൽ ബ്രോക്കിംഗ് വരുമാനത്തിൽ 9% ഇടിവുണ്ടായാൽ പോലും വിതരണ ശൃംഖലയിലും വെൽത്ത് മാനേജ്മെന്റിലും ഉണ്ടായ വളർച്ച കമ്പനിയെ വലിയ ആഘാതത്തിൽ നിന്ന് രക്ഷിച്ചു. ഇവർ വിതരണം ചെയ്യുന്ന ആസ്തികളുടെ മൂല്യം 31,000 കോടി രൂപയിൽ നിന്ന് 52,000 കോടി രൂപയായി കുത്തനെ ഉയർന്നു. ഇതുകൂടാതെ വെറും വിതരണക്കാർ എന്നതിലുപരി സ്വന്തമായി ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്ന തലത്തിലേക്ക് കമ്പനി മാറി തുടങ്ങിയിട്ടുണ്ട്. തങ്ങളുടെ PMS, AIF പ്ലാറ്റ്ഫോമുകൾ വഴി അവതരിപ്പിച്ച പുതിയ ഫണ്ടുകൾ വഴി കോടിക്കണക്കിന് രൂപ സമാഹരിക്കാനും ഇവർക്ക് സാധിച്ചു. എന്നാൽ റീറ്റെയിൽ ബ്രോക്കിംഗ് ബിസിനസ്സിലുണ്ടായിട്ടുള്ള ഇടിവും ചെലവുകൾ ഉയർന്നത് മൂലം ലാഭം കുറഞ്ഞതും ഈ കമ്പനിയുടെ വലിയൊരു റിസ്ക് ആയിട്ട് നമ്മൾ പരിഗണിക്കണം. കൂടാതെ ഇത്തവണത്തെ ലാഭക്കണക്കിൽ സ്വന്തം വസ്തു വിറ്റതിലൂടെ ലഭിച്ച 90 കോടി രൂപയുടെ ഒറ്റത്തവണ ലാഭം കൂടി ഉൾപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം നിക്ഷേപകർ പ്രത്യേകം ഓർത്തിരിക്കണം. നമ്മൾ നോക്കുന്ന രണ്ടാമത്തെ കമ്പനി UTI അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. മ്യൂച്വൽ ഫണ്ടുകൾ, പെൻഷൻ ഫണ്ടുകൾ, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസസ് എന്നിവ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയിലെ പഴക്കമേറിയതും പ്രമുഖവുമായ സ്ഥാപനങ്ങളിലൊന്നാണിത്. സാമ്പത്തിക കണക്കുകൾ നോക്കുമ്പോൾ ഇവരുടെ നിലവിലെ PE റേഷ്യോ 21 ടൈംസ് ആണ്. കമ്പനിയുടെ കോർ വരുമാനം 6.5% വർദ്ധിച്ച് 1539 കോടി രൂപയിലെത്തിയെങ്കിലും ശാഖകളും സാങ്കേതിക വിദ്യയും വിപുലീകരിച്ചതിനെ തുടർന്ന് ചെലവുകൾ ഉയർന്നതോടെ ലാഭത്തിൽ 30% കുറവാണ് രേഖപ്പെടുത്തിയത്. കമ്പനിയുടെ ROC 15%, ROE 10%. UTI AMCയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് അവരുടെ പക്കലുള്ള വൻ ആസ്തിയും SIP ബുക്കുമാണ്. സാമ്പത്തിക വർഷാവസാനത്തിൽ ഗ്രൂപ്പിന്റെ കൈകാര്യം ചെയ്യുന്ന ആസ്തി 23.42 ലക്ഷം കോടി രൂപയായിരുന്നു. വാർഷിക SIP നിക്ഷേപം 13.4% ഉയർന്ന് 9,442 കോടി രൂപയായി മാറിയിരുന്നു. ഇതോടൊപ്പം ആകെ SIP ബുക്ക് ഏകദേശം 39,813 കോടി രൂപയിൽ എത്തി നിൽക്കുകയാണ്. ഇതിൽ ശ്രദ്ധേയമായ കാര്യം പുതിയ SIP രജിസ്ട്രേഷനുകളിൽ 76% ഡിജിറ്റൽ മാർഗങ്ങളിലൂടെയാണ് വന്നത് എന്നതാണ്. കൂടാതെ ഇവരുടെ പെൻഷൻ ബിസിനസ് 11.8% വളർന്ന് 4.02 ലക്ഷം കോടി രൂപയാവുകയും EPFO, CMPFO എന്നിവയിൽ നിന്ന് പുതിയ കരാറുകൾ ലഭിക്കുകയും ചെയ്തു. എന്നാൽ കൂടുതൽ ഫീസ് വരുമാനം തരുന്ന ആക്റ്റീവ് ഇക്വിറ്റി ഫണ്ടുകളിൽ നിന്ന് നിക്ഷേപകർ വ്യാപകമായി പണം പിൻവലിക്കുന്നത് കമ്പനിക്ക് വലിയൊരു ഭീഷണിയാണ്. വരുമാനം കുറഞ്ഞ പാസീവ് ഫണ്ടുകളുടെ വിഹിതം കൂടുമ്പോൾ അത് കമ്പനിയുടെ ലാഭക്ഷമതയെ ബാധിക്കുന്നുമുണ്ട്.
ഈ മേഖലയിലെ മറ്റ് AMCകളുടെ ശരാശരി PE റേഷ്യോ 37 ടൈംസ് ആയിരിക്കുമ്പോൾ UTIയെ സംബന്ധിച്ച് 21 ടൈംസ് എന്ന കുറഞ്ഞ നിരക്കിൽ ട്രേഡ് ചെയ്യാനുള്ള പ്രധാന കാരണം ആക്റ്റീവ് ഫണ്ടുകളിലെ ഈ ഇടിവ് തന്നെയാണ്. ഇനി നമ്മൾ മൂന്നാമതായിട്ട് പരിചയപ്പെടുന്ന കമ്പനി ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ആണ്. ഇന്ത്യയിൽ വൈദ്യുതി, റിന്യൂവബിൾ എനർജി സർട്ടിഫിക്കറ്റുകൾ, എനർജി സേവിംഗ്സ് സർട്ടിഫിക്കറ്റുകൾ എന്നിവയുടെ ട്രേഡിംഗിനായി പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണിത്. ഇവരുടെ ഉപകമ്പനിയായിട്ടുള്ള ഇന്ത്യൻ ഗ്യാസ് എക്സ്ചേഞ്ച് സ്വാഭാവിക വാതകത്തിന്റെ ട്രേഡിംഗിനുള്ള പ്ലാറ്റ്ഫോമും നൽകുന്നുണ്ട്. ഹ്രസ്വകാല വൈദ്യുതി വാങ്ങൽ വർദ്ധിപ്പിച്ചതും വിപണി അധിഷ്ഠിത വൈദ്യുതി വിലനിർണ്ണയ രീതികളിലേക്ക് രാജ്യം മാറുന്നതുമാണ് ഈ ബിസിനസിന് കരുത്താകുന്നത്. നിലവിൽ 23 ടൈംസ് PE റേഷ്യോയിലാണ് ഓഹരി ട്രേഡ് ചെയ്യുന്നത്. കമ്പനിയുടെ വരുമാനം 14.7% വർദ്ധിച്ച് 616 കോടി രൂപയായും ലാഭം 14% വർദ്ധിച്ച് 493 കോടി രൂപയുമായിട്ടുണ്ട്. ഇതിനെല്ലാം ഉപരി കമ്പനിയുടെ ROCE 51%, റിട്ടേൺ ഓൺ ഇക്വിറ്റി 39%. IEXന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് 84% എന്ന അവരുടെ വിസ്മയിപ്പിക്കുന്ന ഓപ്പറേറ്റിംഗ് മാർജിൻ തന്നെയാണ്. റിയൽ ടൈം മാർക്കറ്റ് വിഭാഗത്തിൽ ഉണ്ടായിട്ടുള്ള വൻ ട്രേഡിംഗ് വോളിയമാണ് കമ്പനിക്ക് ഉയർന്ന ലാഭവിഹിതം നൽകിയത്. ആകെ വൈദ്യുതിയുടെ ട്രേഡിംഗ് വോളിയം 17% വർദ്ധിച്ച് 141 ബില്യൺ യൂണിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടാതെ ഇവരുടെ ഗ്യാസ് എക്സ്ചേഞ്ച് ബിസിനസിന്റെ ലാഭം 35% വർദ്ധിച്ച് 41.9 കോടി രൂപയാവുകയും കമ്പനി അതിനായി ഒരു IPO കൊണ്ടുവരാൻ പദ്ധതിയിടുകയും ചെയ്യുന്നുണ്ട്. ഇതിനൊപ്പം ബാക്കപ്പായി കാർബൺ ക്രെഡിറ്റും ബാറ്ററി സ്റ്റോറേജ് ട്രേഡിംഗും വരുന്നുണ്ട്. എന്നാൽ മികച്ച സാമ്പത്തിക അടിത്തറ ഉണ്ടെങ്കിലും മാർക്കറ്റ് കപ്ലിംഗ് എന്ന വലിയൊരു റെഗുലേറ്ററി ഭീഷണി കമ്പനി നേരിടുന്നുണ്ട്. CERC നിർദ്ദേശിച്ച മാർക്കറ്റ് കപ്ലിംഗ് നടപ്പിലായാൽ എല്ലാ എക്സ്ചേഞ്ചുകളെയും ഓർഡറുകൾ ഒന്നാക്കി ഒരു പൊതുവില വരും. ഇത് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിന്റെ വിപണി ആധിപത്യത്തെയും ലിക്വിഡിറ്റിയെയും ബാധിച്ചേക്കാം. മേഖലയിലെ മറ്റ് കമ്പനികളുടെ ശരാശരി PE 52 ടൈംസ് ആയിരിക്കുമ്പോൾ IEX 23 ടൈംസ് എന്ന കുറഞ്ഞ നിരക്കിൽ കിടക്കാൻ പ്രധാന കാരണം ഈ റെഗുലേറ്ററിയുടെ അനിശ്ചിതത്വമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിലെ ക്യാപിറ്റൽ മാർക്കറ്റ് മേഖല വലിയൊരു കുതിച്ചുചാട്ടത്തിന്റെ പാതയിലാണെങ്കിലും നമ്മൾ കണ്ട ഈ 3 കമ്പനികൾക്കും അതിൻ്റെതായിട്ടുള്ള വ്യക്തമായ നേട്ടങ്ങളും അതോടൊപ്പം റിസ്കുകളുമുണ്ട്. IIFL ക്യാപിറ്റൽ വെൽത്ത് മാനേജ്മെന്റിലേക്ക് ചുവടുമാറുമ്പോൾ ബ്രോക്കിംഗ് വരുമാനം തിരികെ പിടിക്കേണ്ടതുണ്ട്. UTI AMC കൈകാര്യം ചെയ്യുന്ന ആസ്തികൾ ഉയർത്തുമ്പോഴും ആക്റ്റീവ് ഇക്വിറ്റി ഫണ്ടുകളിലേക്ക് കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കേണ്ടതുണ്ട്. IEX മികച്ച ലാഭവിഹിതം തരുമ്പോഴും വരാനിരിക്കുന്ന റെഗുലേറ്ററി മാറ്റങ്ങളെ അതിജീവിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയുടെ PE റേഷ്യോ കുറവാണെന്നത് കണ്ടതു മാത്രം ധൃതി പിടിച്ച് നിക്ഷേപം നടത്തരുത്. കമ്പനിയുടെ വിപണി വിഹിതം, വരുമാനത്തിന്റെ ഗുണമേന്മ, റിട്ടേൺ റേഷ്യോകൾ, വരാനിരിക്കുന്ന നിയമപരമായ മാറ്റങ്ങൾ എന്നിവ കൃത്യമായി വിശകലനം ചെയ്ത ശേഷം മാത്രം നിങ്ങളുടെ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുക.